USA ആൻഡ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്. അമേരിക്കയിൽ നടന്ന കോപ്പറേറ്റീവ് മൂവ്മെന്റ് അതിന്റെ ചരിത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അമേരിക്കയിലെ കോപ്പറേറ്റീവ്സിന്റെ ചരിത്രം വളരെ വെരി ഓൾഡ് ആണ്, വളരെ പഴക്കം ചെന്നതാണ്. ആദ്യകാലത്ത് ഫസ്റ്റ് ഇൻ ദി ഫീൽഡ് ഓഫ് അഗ്രികൾച്ചറിലായിരുന്നു, അഗ്രികൾച്ചർ മേഖലയിലായിരുന്നു, അഗ്രികൾച്ചർ ഫീൽഡിലായിരുന്നു കോപ്പറേറ്റീവ്സിന്റെ തുടക്കം. അഗ്രികൾച്ചർ ഇപ്പോഴും ഇമ്പോർട്ടൻറ്റ് റോള് വഹിക്കുന്നുണ്ട്. അടുത്ത ഫാം ഫാമിലീസ് എന്ത് ചെയ്തു? ജോയിൻ ടുഗദർ ആൻഡ് സ്റ്റാർട്ടഡ് അണ്ടർടേക്കിംഗ് ഫോർ മ്യൂച്വൽ എക്സ്ചേഞ്ച് ഓഫ് വർക്ക്. അവിടുത്തെ കർഷകർ എന്ത് ചെയ്തു? ഒന്നിച്ചുകൂടി കർഷകർക്ക് വേണ്ടിയിട്ടുള്ള എക്സ്ചേഞ്ച് ഓഫ് വർക്കിന് വേണ്ടി തുടക്കമിടുകയാണ് ചെയ്തത്. എക്സ്ചേഞ്ച് ഓഫ് വർക്കിന് തുടക്കമിടുകയാണ് ചെയ്തത്. അത്തരം സ്ഥാപനങ്ങൾ അറിയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫസ്റ്റ് കോപ്പറേറ്റീവ്സ് അറിയപ്പെട്ടിരുന്നത് ബീസ് എന്ന പേരിലാണ്. BEES, ബീസ്. അത് റൂറൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരുന്നു. പിന്നീട് 1865 കോപ്പറേറ്റ് ലോ എന്ത് ചെയ്തു? പാസ്സാക്കിയതോടുകൂടി കോപ്പറേറ്റീവ്സിന്റെ സെയിൽ ആൻഡ് പർച്ചേസ് നടക്കാൻ തുടങ്ങി. കോപ്പറേറ്റീവ്സ് റെക്കഗ്നൈസ്ഡ് സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് കോപ്പറേറ്റീവ്സ്. കോപ്പറേറ്റീവ് ലോ എന്ത് ചെയ്തു? റെക്കഗ്നൈസ്ഡ് സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് കോപ്പറേറ്റീവ്. അക്കാലത്ത് കോപ്പറേറ്റീവ്സിന്റെ ഹിസ്റ്ററി അറിയപ്പെട്ടിരുന്നത് അസോസിയേഷണലിസം എന്നാണ്. അസോസിയേഷണലിസം എന്ന പേരിൽ അറിയപ്പെട്ട കോപ്പറേറ്റീവ്സ് മൂവ്മെന്റ് USA കോപ്പറേറ്റീവ് മൂവ്മെന്റിനെയാണ് അസോസിയേഷണലിസം എന്നറിയപ്പെടുന്നത്. ദെൻ കോപ്പറേറ്റീവ് മാർക്കറ്റീവ് സൊസൈറ്റീസ്. പ്രധാനപ്പെട്ട ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കോപ്പറേറ്റീവ് മാർക്കറ്റീവ് സൊസൈറ്റീസ്. ഓരോ കമ്മ്യൂണിറ്റിക്കും ഓരോ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ട്. അത്തരം കോപ്പറേറ്റീവ്സ് അവിടെ ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓരോ കമ്മോഡിറ്റിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് മാർക്കറ്റിംഗ് അസോസിയേഷൻ, അതായത് കമ്മോഡിറ്റി ഫുഡ് ഗ്രെയിൻസിന് വേണ്ടി ഒരു അസോസിയേഷൻ, ഫുഡ് ഗ്രെയിൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ, കോട്ടന് വേണ്ടി കോട്ടൺ മാർക്കറ്റിംഗ് അസോസിയേഷൻ, ലിവ് സ്റ്റോക്കിന് വേണ്ടി ലിവ് സ്റ്റോക്ക് മാർക്കറ്റിംഗ് അസോസിയേഷൻ, ഡയറി പ്രൊഡക്ട്സിന് വേണ്ടി ഡയറി പ്രൊഡക്ട്സ് മാർക്കറ്റിംഗ് അസോസിയേഷൻ, ഇങ്ങനെ തുടങ്ങി ഓരോ കമ്മോഡിറ്റിക്ക് വേണ്ടി പ്രത്യേകം മാർക്കറ്റിംഗ് അസോസിയേഷൻ അവിടെ ഫോം ചെയ്തു. ഇത്തരത്തിൽ മാർക്കറ്റിംഗ് അസോസിയേഷൻ ഫോം ചെയ്തതിന്റെ ഗുണം എന്ന് പറയുന്നത് ഓരോ മേഖലയുടെയും ഓരോ കമ്മോഡിറ്റിയുടെയും വികാസം അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഓരോ കമ്മോഡിറ്റിയുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി അതിന്റെ പേരിൽ തന്നെയുള്ള ഒരു അസോസിയേഷൻ ഫോം ചെയ്യപ്പെട്ടുകൊണ്ട് ഈ ഓരോ മേഖലയും അഭിവൃദ്ധി ഭാവിക്കുകയുണ്ടായി. Then cooperative diaries. എന്താണ് cooperative diaries? Cooperative diaries ഫസ്റ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് അസോസിയേഷൻ ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്. US ഫസ്റ്റ് മാർക്കറ്റിംഗ് അസോസിയേഷനാണ് ഡയറീസ് എന്നറിയപ്പെടുന്നത്. These include cooperative creameries, cream pools, butter sale. These include cooperative creameries, cream pools and butter sale agencies. കോപ്പറേറ്റീവ് ഡയറീസിൽ ഉൾപ്പെടുന്നത് കോപ്പറേറ്റീവ് ക്രീമറീസ് ഉണ്ട്, ക്രീം പൂൾസ് ഉണ്ട്, ബട്ടർ സെയിൽ ഏജൻസീസ് ഉണ്ട്. ഇതൊക്കെയാണ് കോപ്പറേറ്റീവ് എലിവേറ്റേഴ്സ്. കോപ്പറേറ്റീവ് എലിവേറ്റേഴ്സ് അടുത്തതായിട്ട്. എന്താ കോപ്പറേറ്റീവ് എലിവേറ്റേഴ്സ്? കോപ്പറേറ്റീവ് എലിവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫാമേഴ്സിൽ നിന്ന് ഡയറക്റ്റ് എന്ത് ചെയ്യുക? പ്രൊക്യൂർ ചെയ്യുക ഫുഡ് ഗ്രെയിൻസ്. അത്തരത്തിൽ പ്രൊക്യൂർ ചെയ്യുന്ന സൊസൈറ്റീസിനെയാണ് എലിവേറ്റേഴ്സ് എന്നറിയപ്പെടുന്നത്. അതായത് സൊസൈറ്റീസ് എന്ത് ചെയ്യുന്നു? themselves purchase wheat from members and send them to the Federation of Elevator Societies. എലിവേറ്റർ സൊസൈറ്റീസിന്റെ ഫെഡറേഷൻ എന്ത് ചെയ്യുന്നു? അത് അയച്ചു കൊടുക്കുന്നു. then അങ്ങനെ സ്റ്റോറിങ്ങിനോ സെല്ലിങ്ങിനോ വേണ്ടി പർച്ചേസ് ചെയ്യുന്ന സൊസൈറ്റീസ് അറിയപ്പെടുന്നതാണ് എലിവേറ്റേഴ്സ് എന്ന്. ഈ എലിവേറ്റർ സൊസൈറ്റീസിന് അത്തരം പ്രവർത്തനത്തിലൂടെ കിട്ടുന്ന എന്താണ്? ഗെറ്റ് കമ്മീഷൻ ഓൺ സെയിൽസ്. കമ്മീഷൻ കിട്ടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, നാഷണൽ ഫെഡറേഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻ കോപ്പറേറ്റീവ്സ്. ഗ്രെയിൻ കോപ്പറേറ്റീവ് അമേരിക്കയിലുള്ള
അമേരിക്കയിലുള്ള മറ്റൊരു ഫെഡറേഷനാണ് ഗ്രെയിൻ കോപ്പറേറ്റീവ്സിന്റെ ഫെഡറേഷൻ. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ചിക്കാഗോയിലാണ്. അമേരിക്കയിൽ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഗ്രെയിൻ കോപ്പറേറ്റീവ്സ് മറ്റൊരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആണ് നാഷണൽ ഫെഡറേഷൻ ഓഫ് ഗ്രെയിൻ കോപ്പറേറ്റീവ്സ് എന്നത്. ഇത് ടെർമിനൽ അസോസിയേഷൻസ് ഫെഡറേറ്റഡ് ഇൻടു ദീസ് അസോസിയേഷൻ. ഈ അസോസിയേഷനിൽ ഫെഡറേറ്റ് ചെയ്യാണ് ചെയ്തത് ടെർമിനൽ അസോസിയേഷൻസ്. അവയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ചിക്കാഗോയിലായിക്കൊണ്ട് അത്തരത്തിലൊരു അസോസിയേഷൻ രൂപം കൊടുത്തു. അതായത് അമേരിക്കയാണ് മാർക്കറ്റിംഗ് അസോസിയേഷന് ഏറ്റവും വിജയിച്ച, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അസോസിയേഷൻ എന്നാണ് അറിയപ്പെട്ട അവിടുത്തെ അസോസിയേഷൻ, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് രംഗത്ത് മാർക്കറ്റിംഗ് അസോസിയേഷന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വിജയിച്ച അസോസിയേഷൻ ആണെന്ത്, മൂവ്മെന്റ് ആണെന്ത്, മാർക്കറ്റിംഗ് അസോസിയേഷൻ, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് രംഗത്ത് വിജയം പ്രാപിച്ച രാജ്യമാണ് USA. അത്തരത്തിലൊരു ഫെഡറേഷനെയാണ് എന്ന് വിളിക്കുന്നത് നാഷണൽ ഫെഡറേഷൻ ഓഫ് ഗ്രെയിൻ കോപ്പറേറ്റീവ്സ്. അതിലൊന്നാണ്. ഇതിന്റെ പ്രത്യേകത, ഇതിൽ ടെർമിനൽ അസോസിയേഷനും അല്ലെങ്കിൽ ലോക്കൽ എലിവേറ്റേഴ്സിനും അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രൂപം കൊടുത്തത്. പിന്നെയോ അവയുടെ എക്സ്പോർട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ഒരു അസോസിയേഷൻ ആവശ്യമാണ്. അങ്ങനെ ലോക മാർക്കറ്റിൽ തന്നെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എക്സ്പോർട്ട് ട്രേഡ് നൽകുക, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക, ഇതൊക്കെയാണ് ഇവയുടെ ധർമ്മം. നാഷണൽ ഫെഡറേഷനിൽ വരുന്ന ഒരു ഫാമേഴ്സിന്റെ യൂണിയൻ അറിയപ്പെടുന്നുണ്ട്. മറ്റൊരു യൂണിയനാണ് നാഷണൽ ഫെഡറേഷൻ രൂപത്തിൽ തന്നെയുള്ള ഫാമേഴ്സിന്റെ യൂണിയൻ അറിയപ്പെട്ടിരുന്നത് ഗ്രെയിൻ ടെക്നിക്കൽ അസോസിയേഷൻ എന്നുള്ളതാണ്. ഗ്രെയിൻ ടെക്നിക്കൽ അസോസിയേഷൻ ഇതും കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ മറ്റൊരു ഡെവലപ്മെന്റ് ആണ്. അതായത് ഫാമേഴ്സിന്റെ യൂണിയൻ ഉണ്ടായി എന്നുള്ളതാണ്. ഫാമേഴ്സിന്റെ ഒരു അസോസിയേഷൻ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ആ രാജ്യത്ത് ഉണ്ടായി എന്നുള്ളതാണ്. അവിടുത്തെ ലോക്കൽ ആൻഡ് ടെർമിനൽ അസോസിയേഷൻ സപ്ലൈ ഫാമേഴ്സിന്റെ റിക്വയർമെന്റ്സ് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രെയിൻ ടെക്നിക്കൽ അസോസിയേഷൻ. ഫാമേഴ്സിന് ആവശ്യമായിട്ടുള്ള ലോക്കൽ ആൻഡ് ടെർമിനൽ അസോസിയേഷൻസിന് ആവശ്യമായിട്ടുള്ള ഫാമർ റിക്വയർമെന്റ്സ്, എന്തൊക്കെ പണി ഉപകരണങ്ങൾ, പണി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീനറീസ്, ഇതൊക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടീം ഉണ്ടായി എന്നുള്ളതാണ്. ആ ടീമിന്റെ പേരാണ് ഗ്രെയിൻ ടെക്നിക്കൽ അസോസിയേഷൻ. മറ്റേത് ഉൽപ്പന്നങ്ങളാണെങ്കിൽ ഇത് ഉൽപ്പാദനത്തിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് രൂപം കൊടുത്ത ഒരു അസോസിയേഷനാണ് ഗ്രെയിൻ ടെക്നിക്കൽ അസോസിയേഷൻ. അമേരിക്കയിൽ ഓരോ കമ്മോഡിറ്റിക്കും പ്രത്യേകം അസോസിയേഷൻ ഉണ്ടായിരുന്നു. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓർഗനൈസ്ഡ് ഫോർ മാർക്കറ്റിംഗ് ആൻഡ് സപ്ലൈ ഓഫ് ഓയിൽ പ്രൊഡക്ട്സ്. മാർക്കറ്റിംഗ് ആൻഡ് സപ്ലൈ ഓഫ് ഓയിൽ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ഒരു കോപ്പറേറ്റീവ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ കോട്ടൺ കോപ്പറേറ്റീവ് അസോസിയേഷൻ ഒരു നാഷണൽ ഓർഗനൈസേഷൻ ആണ്. കോട്ടൺ കോപ്പറേറ്റീവ് അസോസിയേഷൻ അമേരിക്കയിൽ കോട്ടൺ ഉൽപ്പന്നങ്ങൾക്ക് അവരുടെ മാർക്കറ്റ് കണ്ടെത്താൻ, അവരുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ, അതിനാവശ്യമായിട്ടുള്ള പണികൾ ചെയ്യാൻ, ഇതിനൊക്കെ വേണ്ടി അമേരിക്കൻ കോട്ടൺ കോപ്പറേറ്റീവ് അസോസിയേഷൻ എന്നുള്ള ഒരു അസോസിയേഷൻ ഫോം ചെയ്തു. മറ്റൊരു അസോസിയേഷൻ ആണ് നാഷണൽ വൂൾ മാർക്കറ്റിംഗ് കോർപ്പറേഷൻ. ബോസ്റ്റൺ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിക്കൊണ്ട് ആരംഭിച്ചതാണ് നാഷണൽ വൂൾ മാർക്കറ്റിംഗ് കോർപ്പറേഷൻ. അതായത് വൂൾ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്, മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൂൾ മാർക്കറ്റിംഗ് കോർപ്പറേഷൻ എന്നുള്ള നാഷണൽ ലെവലിൽ ഒരു ഫെഡറേഷൻ രൂപം കൊടുത്തത്. നാഷണൽ ലൈവ് സ്റ്റോക്ക് മാർക്കറ്റിംഗ് അസോസിയേഷൻ. ലൈവ് സ്റ്റോക്ക് മാർക്കറ്റിംഗ് രംഗത്ത് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഓർഗനൈസ് ചെയ്തു. അതാണ് നാഷണൽ ലൈവ് സ്റ്റോക്ക് മാർക്കറ്റിംഗ്. അവയുടെ ലൈവ് സ്റ്റോക്ക് മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻ എന്നുള്ളത് കോപ്പറേറ്റീവ് അവരുടെ പാക്കിംഗ് പ്ലാന്റുകൾ ഉണ്ടായിരുന്നു. അതായത് സ്ലോട്ടറിങ് ആനിമൽസ് ആൻഡ് മീറ്റ് ചില്ലിങ് ആൻഡ് എൻഗേജിങ് മാർക്കറ്റിംഗ് ഓഫ് ദിസ് അവരുടെ പ്രൊഡക്റ്റ് പ്രോസസ് ചെയ്യാനും അത് മാർക്കറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള
സൊസൈറ്റീസ് ഉണ്ടായിരുന്നു എന്ന് പറയാം. സെൻട്രൽ കോപ്പറേറ്റീവ് സ്ലോട്ടറിങ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് മീറ്റ്. ഇതായിരുന്നു സെൻട്രൽ കോപ്പറേറ്റീവ് ആയിരുന്നു സ്ലോട്ടറിങ് ആൻഡ് പ്രോസസ്സിംഗ് മീറ്റ് സ്ലോട്ടർ ചെയ്യേണ്ടിയും മീറ്റ് പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ടുള്ള സെൻട്രൽ കോപ്പറേറ്റീവ്സ് ഉണ്ടായിരുന്നു. അവയുടെ നാഷണൽ ഓർഗനൈസേഷൻ ആണ് അറിയപ്പെട്ടിരുന്നത് നാഷണൽ ലൈവ് സ്റ്റോക്ക് മാർക്കറ്റിംഗ് അസോസിയേഷൻ. അവയുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഒരുക്കിയിരുന്നത് ട്രക്കിംഗ് കോർപ്പറേഷൻ ആയിരുന്നു. Trucking cooperation at a local level. The corporation helps members in the transportation of livestock marketing centers. Marketing centers വരെ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള അസോസിയേഷൻ ആണെന്ത് ട്രക്കിംഗ് കോർപ്പറേഷൻ എന്ന് അറിയപ്പെടുന്നത്. കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ മാർക്കറ്റിംഗ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാർക്കറ്റിംഗിന് വേണ്ടിയിട്ട് അസോസിയേഷൻ ഉണ്ടായി. There are a number of similar associations who are engaged in the marketing of other commodities like tobacco, rice, sugar product. ഇതിലൊക്കെയും അസോസിയേഷൻ അവിടെ രൂപം കൊടുത്തു എന്നുള്ളതാണ്. ഇവയൊക്കെ മാർക്കറ്റിങ്ങിനൊക്കെ അസോസിയേഷൻ അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. 1929 അഗ്രികൾച്ചറൽ ആക്ട് പാസ്സാക്കി. ഈ ആക്ട് പാസ്സാക്കിയതോടുകൂടി അവിടെ കർഷകർക്ക് ലോൺ ലഭിക്കുകയുണ്ടായി. അതിനായിട്ട് തന്നെ ഒരു ഫെഡറൽ ഫാം ബോർഡ് രൂപം കൊടുത്തു. അതായത് അവിടുത്തെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾക്കായി അതിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലോ ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ട് ഒരു ഫെഡറൽ ഫാം ബോർഡ് രൂപം കൊടുത്തു. ഈ ഫെഡറൽ ഫാം ബോർഡ് രൂപം കൊടുത്തോടെ തന്നെ ക്രെഡിറ്റ് അഡ്മിനിസ്ട്രേഷനൊക്കെ വേണ്ടിയും 2 ക്രെഡിറ്റ് അസോസിയേഷൻസ് രൂപം കൊടുത്തു. ഫാം ക്രെഡിറ്റ് അഡ്മിനിസ്ട്രേഷനും പ്രൊഡക്ഷൻ ക്രെഡിറ്റ് അസോസിയേഷനും. ഈ ഫാം ബോർഡിന്റെ രൂപം കൊടുത്തു. ആ ഫാം ബോർഡ് എന്തിനു വേണ്ടിയായി? ലോ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ ഫാമിന് വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്രെഡിറ്റ് ലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഫാം ക്രെഡിറ്റ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനായിട്ടുള്ള ഒരു അസോസിയേഷൻ, ഫാം ക്രെഡിറ്റിന് വേണ്ടിയും പ്രൊഡക്ഷനുള്ള ക്രെഡിറ്റ് ഉറപ്പുവരുത്താൻ വേണ്ടി പ്രൊഡക്ഷൻ ക്രെഡിറ്റ് അസോസിയേഷൻ അത് രൂപം കൊടുത്തു. ഗവൺമെന്റ് അത് വഴി ഡിഫറെന്റ് ലോൺസ് പ്രൊവൈഡ് ചെയ്തു. ഈ ഫാം ക്രെഡിറ്റ് അസോസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ലോണ് അത് പ്രൊഡ്യൂസ് പ്ലഡ്ജ് ഓർ കമ്മ്യൂണിറ്റി ലോൺസ് ആർ ഗ്രാൻഡഡ് അഗൈൻസ്റ്റ് പ്ലഡ്ജ് ഓഫ് ഫാം പ്രോഡക്റ്റ്. ഫാം പ്രോഡക്റ്റിന്റെ ജാമ്യത്തിൽ എന്ത് ചെയ്തു? ലോൺ കൊടുക്കാൻ തുടങ്ങി. ആ ലോണ് ഏകദേശം ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് വെറും 1.5 മുതൽ 2% വരെയായിരുന്നു. അത് ലോൺ റീപെയ്ഡ് ചെയ്യേണ്ടിയിരുന്നത് അവർക്ക് എപ്പോൾ മാത്രമായിരുന്നു സെയിൽ പ്രൊസീഡ്സ്, അവരുടെ ഉൽപ്പന്നങ്ങൾ കമ്മോഡിറ്റീസ് വിറ്റ് കിട്ടുന്ന സമയത്ത് മാത്രം റീപെയ്ഡ് ചെയ്താൽ മതിയായിരുന്നു. ദെൻ ഓപ്പറേറ്റിംഗ് ക്യാപിറ്റൽ ലോൺ അഡ്വാൻസ് ചെയ്തിരുന്നു. റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ മറ്റ് പ്രോപ്പർട്ടിയുടെ ജാമ്യത്തിൽ എന്ത് ചെയ്തിരുന്നു? ഓപ്പറേറ്റിംഗ് ക്യാപിറ്റലിനുള്ള ലോൺ കൊടുത്തിരുന്നു ഒരു ഷോർട്ട് പീരീഡിലേക്ക്. അത്തരത്തിലുള്ള ലോൺ എന്ത് ചെയ്യുക? കോപ്പറേറ്റീവ്സ് അവരുടെ പീക്ക് സീസണിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നൽകിയിരുന്നതാണ്. അത് റീപെയ്ഡ് ചെയ്യേണ്ടിയിരുന്നത് മാർക്കറ്റിംഗ് എപ്പോഴാണോ സീസൺ ഓവർ ആകുന്നത് ആ സമയത്ത് മാത്രം റീപേ ചെയ്താൽ മതിയായിരുന്നു. അത്തരത്തിൽ 2 തരത്തിലുള്ള ലോണാണ് ഈ കോപ്പറേറ്റീവ്സ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു കോപ്പറേറ്റീവ് മൂവ്മെന്റിൽ ഏറ്റവും പഴക്കമുള്ള, ഏറ്റവും വലിയ ഓൾഡ് ആയിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആണ് അമേരിക്കയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ്. ഫസ്റ്റ് അഗ്രികൾച്ചർ ഫീൽഡിലായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട റോൾ വഹിച്ചിരുന്നത്. അത് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. ദെൻ ഫാം ഫാമിലീസ് എന്ത് ചെയ്തു? ജോയിൻ ടുഗദർ ആൻഡ് സ്റ്റാർട്ടഡ് അണ്ടർടേക്കിംഗ്. അതിന്റെ പേര് എന്തായിരുന്നു? ബീസ് എന്നായിരുന്നു. ദെൻ അത് റൂറൽ മേഖലയിൽ ഗ്രാമീണ മേഖലയിലുള്ളവരായിരുന്നു. ദെൻ അവർ പിന്നീട്
1865 കൂടി അവർക്ക് കുറച്ചുകൂടി ഉണർവുണ്ടായി. റെക്കഗ്നൈസ് സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് കോപ്പറേറ്റീവ്. സെയിൽ ആൻഡ് പർച്ചേസ് എന്ത് ചെയ്തു? അനുവദിച്ചു. അമേരിക്കയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് തന്നെ അറിയപ്പെടുന്നത് അസോസിയേഷനിസം എന്നാണ്. അറിയപ്പെടുന്നത്. അതായത് അവർ ഫുഡ് ഗ്രെയിൻ അസോസിയേഷൻ, നമ്മൾ പറഞ്ഞു, നാഷണൽ ഫെഡറേഷൻ ഓഫ് ഗ്രെയിൻ കോപ്പറേറ്റീവ്, നാഷണൽ ഗ്രെയിൻ ടെക്നിക്കൽ അസോസിയേഷൻ, അമേരിക്കൻ കോട്ടൺ കോപ്പറേറ്റീവ് അസോസിയേഷൻ, നാഷണൽ വൂൾ മാർക്കറ്റിംഗ് കോർപ്പറേഷൻ, ട്രക്കിംഗ് കോർപ്പറേഷൻ, then നാഷണൽ ലിവ്സ്റ്റോക്ക് മാർക്കറ്റിംഗ് അസോസിയേഷൻ, മാർക്കറ്റിംഗ് ഫ്രൂട്ട് വെജിറ്റബിൾസ് അതിനൊക്കെയുള്ള അസോസിയേഷൻ, പിന്നെ നമ്പർ ഓഫ് അസോസിയേഷൻസ് ടുബാക്കോന്റെ പേരിൽ, റൈസിന്റെ പേരിൽ, ഷുഗർ പ്രൊഡക്റ്റിന്റെ പേരിൽ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് അസോസിയേഷനുകൾ രൂപം കൊടുത്തുകൊണ്ടാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് അവിടെ മുന്നോട്ട് പോയത്. അത്തരത്തിൽ ഫെഡറേഷന്റെ വിജയമാണ്, ഫെഡറേഷനുകൾ വിജയിച്ചു എന്നുള്ളതാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ, അമേരിക്കയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ വ്യത്യസ്തമാക്കുന്നത്. അത് അമേരിക്ക അറിയപ്പെടുന്നത് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിന്റെ ആസ്ഥാനമായിട്ടാണ്. മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിന് ഏറ്റവും വരിക്കാൻ കഴിഞ്ഞ ഒരു പ്രദേശം എന്നുള്ള രീതിയിലാണ് അമേരിക്ക അറിയപ്പെടുന്നത്. അവരുടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ നാഷണൽ ഫെഡറേഷൻ ഫോർ ഫുഡ് ഗ്രെയിൻ ആൻഡ് ഗ്രെയിൻ കോപ്പറേറ്റീവ്, ഗ്രെയിൻ ടെക്നിക്കൽ അസോസിയേഷൻ, then National Wool Marketing Corporation, American Cotton Cooperative Association, then National Livestock Marketing Association, then Cooperative Fruits and Vegetables in the Association, then Tobacco, Rice in the Sugar in the ഇതൊക്കെ പേരിലുള്ള അസോസിയേഷനൊക്കെ മാർക്കറ്റിംഗ് അസോസിയേഷൻസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അത്തരം മാർക്കറ്റിംഗ് അസോസിയേഷന്റെ ഒരു വിജയം വരിക്കാൻ സാധിച്ച ഒരു പ്രദേശം എന്നുള്ളവർക്ക് കോപ്പറേറ്റീവ് മൂവ്മെന്റിൽ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആണ് അമേരിക്കൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് അറിയപ്പെടുന്നത്. കോപ്പറേറ്റീവ് മാർക്കറ്റ് സൊസൈറ്റി അതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഓരോ കമ്മോഡിറ്റിന്റെ ബേസിലാണ് ഒറിജിൻ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. Originated on commodity basis, separate marketing association for each food grain, National Federation of Grain Cooperative, then cotton marketing, National Cotton Market, American Cotton Cooperative Association, then livestock, National Livestock Marketing Association, ഡയറി പ്രൊഡക്ട്സിനുള്ള മാർക്കറ്റിംഗ് അസോസിയേഷൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓരോ പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയും പ്രത്യേകം ഓരോ കമ്മ്യൂണിറ്റി ബേസിൽ എന്ത് ചെയ്തു, മാർക്കറ്റിംഗ് സൊസൈറ്റീസ് അവിടെ രൂപം കൊണ്ടു. കോപ്പറേറ്റീവ് ഡയറീസ് ഉണ്ടായിരുന്നു. കോപ്പറേറ്റീവ് ഡയറീസിന്റെ ഫസ്റ്റ് മാർക്കറ്റിംഗ് അസോസിയേഷൻ ആണ് കോപ്പറേറ്റീവ് ഡയറീസ്. കോപ്പറേറ്റീവ് ക്രീമറീസ്, ക്രീം പൂൾസ്, ബട്ടർ സെയിൽ ഏജൻസീസ്, അവയാണ് അവിടെ ഇത്തരം സ്ഥാപനങ്ങളാണ് കോപ്പറേറ്റീവ് ഡയറീസിന്റെ കീഴിലുണ്ടായിരുന്നത്. എന്താണ് കോപ്പറേറ്റീവ് എലിവേറ്റർ എന്ന് പറയുന്നത്? എലിവേറ്റർ എന്ന സൊസൈറ്റീസിന്റെ ഒക്കെ ടെർമിനൽ അസോസിയേഷനായിട്ട് ഫെഡറേഷൻ ആയിട്ടുള്ള സൊസൈറ്റീസ് ഉണ്ടായി, എലിവേറ്റർ സൊസൈറ്റീസ്. ആ എലിവേറ്റർ സൊസൈറ്റീസ് അവിടെ കമ്മോഡിറ്റീസ് കളക്ട് ചെയ്യാൻ തുടങ്ങി കമ്മീഷൻ ബേസിൽ. നാഷണൽ ഫെഡറേഷൻ ഫുഡ് ഗ്രെയിൻ ചിക്കാഗോയിൽ ആസ്ഥാനമുള്ള പറഞ്ഞു. ടെർമിനൽ അസോസിയേഷൻസ് ഒക്കെ ഫെഡറേറ്റ് ചെയ്തു. എന്താ പറയുക, ധർമ്മം എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ആൻഡ് എക്സ്പോർട്ട് ട്രേഡ് എന്നുള്ളതാണ്. ദെൻ ഫാർമർ യൂണിയൻ ആയിരുന്നു ഗ്രെയിൻ ടെക്നിക്കൽ അസോസിയേഷൻ രൂപം കൊടുത്തിട്ടുണ്ട്. ലോക്കൽ ആൻഡ് ടെർമിനൽ അസോസിയേഷൻ സപ്ലൈ ഫാമർ റിക്വയർമെന്റ്സ്. അവയുടെ പ്രത്യേകത ഫാമേഴ്സിന് ആവശ്യമായിട്ടുള്ള, അവർക്ക് റിക്വയർമെന്റ്സ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അമേരിക്കൻ കോട്ടൺ കോപ്പറേറ്റീവ് അസോസിയേഷൻ നമ്മൾ പറഞ്ഞതാണ്. നാഷണൽ വൂൾ മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ബോസ്റ്റണിൽ ആസ്ഥാനമായിട്ടുള്ള നാഷണൽ വൂൾ മാർക്കറ്റിംഗ് കോർപ്പറേഷൻ, ലിവ് സ്റ്റോക്ക് മാർക്കറ്റിംഗ് അസോസിയേഷൻ, ട്രക്കിംഗ് കോർപ്പറേഷൻ, ദെൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന് വേണ്ടിയിട്ട് പ്രത്യേക അസോസിയേഷൻ, ടൊബാക്കോ, റൈസ്, ഷുഗർ പ്രോഡക്ട്സ്, ഇതൊക്കെ അസോസിയേഷൻ ഉണ്ടായി.
ദെൻ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആക്ട് പാസ്സാക്കിയതോടുകൂടി ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. ഫെഡറൽ ഫാം ബോർഡ് ഉണ്ടായി. ഫാം ക്രെഡിറ്റ് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു വിഭാഗം തന്നെ ഉണ്ടായി. ഫാം ക്രെഡിറ്റ് അഡ്മിനിസ്ട്രേഷനും പ്രൊഡക്ഷൻ ക്രെഡിറ്റ് അസോസിയേഷനും ഉണ്ടായി. അപ്പോൾ ലോണ് കൊടുക്കാൻ തുടങ്ങി. ഇത്രയും കാര്യങ്ങളാണ് അമേരിക്കൻ കോപ്പറേറ്റീവ് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്.